T20 ലോകകപ്പിന് മുന്നോടിയായി പാകിസ്ഥാൻ നടത്തുന്ന ബഹിഷ്കരണ നാടകം എവിടം വരെ എത്തുമെന്നായിരുന്നു ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കിയത്. ഇപ്പോൾ ആ നാടകം വന്ന് എത്തി നിൽക്കുന്നത് T20 ലോകകപ്പ് കളിക്കും, എന്നാൽ ഇന്ത്യയുമായി കളിക്കില്ല എന്നതിലാണ്. അതും ഈ പ്രസ്താവന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റേതല്ല, മറിച്ച് പാകിസ്ഥാൻ സർക്കാരിൻ്റെതാണ്. പാകിസ്ഥാൻ ലോകകപ്പ് കളിക്കുമോ ഇല്ലയോ എന്ന സംശയമായിരുന്നു ആദ്യം നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ തന്നെ മത്സരിക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ICC പാകിസ്ഥാന്റെ ഈ നടപടിയിൽ തൃപ്തരല്ല. മാത്രവുമല്ല, ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ചില നടപടികൾ നേരിടേണ്ടി വരും. സർക്കാരിന്റെ നിർദ്ദേശം വിശദീകരിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതുവരെ ICCക്ക് ഔദ്യോഗികമായി ഒരു കത്ത് അയച്ചിട്ടില്ലെങ്കിലും ബഹിഷ്കരണം നടത്തിയാൽ കഠിനമായ ശിക്ഷകൾക്ക് അത് വഴിയൊരുക്കുമെന്ന് ICC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ സർക്കാരിന്റെ തീരുമാനത്തിൽ ആശങ്കകൾ ഉന്നയിക്കുന്നതിനൊപ്പം സ്വന്തം രാജ്യത്ത് ക്രിക്കറ്റിനുള്ള പ്രധാനപ്പെട്ടതും ദീർഘകാലവുമായ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കാൻ ICC PCBയെ ഉപദേശിച്ചു. ഈ നടപടി ലോക ക്രിക്കറ്റ് ആവാസ വ്യവസ്ഥയെ ബാധിച്ചേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വാർത്താ ഏജൻസിയായ PTIയുടെ റിപ്പോർട്ട് പ്രകാരം PCBക്ക് ICCയിൽ നിന്ന് നിരവധി സാധ്യതയുള്ള ഉപരോധങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ വിദേശ കളിക്കാരെ വിലക്കുക, ICC റാങ്കിങ്ങിലെ മാറ്റം നിർത്തുക, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റുകൾ നഷ്ടപ്പെടുക, ഉഭയകക്ഷി നിയമങ്ങൾക്കായി പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ മുൻനിര അംഗരാജ്യങ്ങൾ വിസമ്മതിക്കുക എന്നിങ്ങനെ പാകിസ്ഥാനെ വെട്ടിലാക്കുന്ന ഒട്ടനവധി നടപടികൾ ICCയുടെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. മാത്രവുമല്ല, ICC പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ കേന്ദ്ര ഫണ്ടിന്റെ വിഹിതം എടുത്തു കളഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ സാമ്പത്തികം ഗുരുതരമായി ബുദ്ധിമുട്ടിലാകും. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയുടെ മത്സരം ബഹിഷ്കരിച്ചാൽ ആതിഥേയ സംപ്രേഷകൻ കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടേക്കാം. ഇങ്ങനെ വന്നാലും പാകിസ്ഥാൻ കുടുങ്ങും. 2026 T20 ലോകകപ്പിനായി ആസൂത്രണം ചെയ്ത 55 മത്സരങ്ങളിൽ ഏറ്റവും ഉയർന്ന വാണിജ്യ മൂല്യമുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ്. പ്രക്ഷേപകർക്കും ICCക്കും ഏഷ്യ കപ്പിലോ അന്താരാഷ്ട്ര മത്സരങ്ങളിലോ ആകട്ടെ ഈ ഉയർന്ന പ്രൊഫൈൽ മത്സരമാണ് ഏറ്റവും വലിയ വരുമാനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ മത്സരം ബഹിഷ്കരിച്ചാൽ അതുണ്ടാക്കുന്ന നഷ്ടം വലുതായിരിക്കും. ആ തുക പാകിസ്ഥാന് ചിലപ്പോൾ നൽകേണ്ടി വന്നേക്കാം. ഓരോ ഇന്ത്യൻ അന്താരാഷ്ട്ര മത്സരത്തിനും ഏകദേശം 10 മുതൽ 11 മില്യൺ വരെ US ഡോളർ, അതായത് ഏകദേശം 100 കോടി രൂപ വിലയുണ്ട്. എന്നാൽ പാകിസ്ഥാനെതിരായ ഒരു മത്സരം ഏകദേശം ഇരട്ടി വില ഉള്ളതാണെന്നാണ് ക്രിക്ക് ബസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവന്റിനുള്ള 10 സെക്കൻഡ് വാണിജ്യ സ്ലോട്ടുകൾ ഏകദേശം 40 ലക്ഷം രൂപ വിലയുള്ളതിനാൽ മത്സരം റദ്ദാക്കിയാൽ ഹോസ്റ്റ് സംപ്രേക്ഷകന് പരസ്യ വരുമാനത്തിൽ 200 മുതൽ 250 കോടി വരെ നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ ബഹിഷ്കരിച്ചാൽ പണി കിട്ടുക പാകിസ്ഥാന് തന്നെയാകും. നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇത്രയും വലിയ തുക നഷ്ടപരിഹാരമായി നൽകാൻ പ്രാപ്തരല്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹിഷ്കരണ നാടകങ്ങൾ അധികം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല.